ശ്രീ കെ റഫീഖ് അദ്ദേഹം ഒരർത്ഥത്തിൽ കടന്നു കളഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം. കാരണം ഈ പ്രതിയാക്കപ്പെട്ടു ആത്മഹത്യാ പ്രേരണ കുറ്റമൊക്കെ പിന്നീട് ചുമത്തിയതാണെങ്കിൽ പോലും അദ്ദേഹം നിലവിൽ കർണാടകയിലാണുള്ളത്. അതെ, ഇങ്ങനെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു എംഎൽഎക്ക്, കോൺഗ്രസിന്റെ സമുന്നത നേതാവിന് ഇങ്ങനെ ഒളിച്ചോടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നതാണ് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടത്. ഇവിടെ അദ്ദേഹം ഇവിടെ നേരത്തെ ആ വീഡിയോയിൽ പറയുന്നത് കേട്ടു, CPIM ആണ് ഇതിന്റെ പുറകിൽ എന്നൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ കത്തെഴുതി വെച്ചത്? CPIMന്റെ ഏതെങ്കിലും പ്രവർത്തകനാണോ, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയുള്ള ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളുകളാണോ? ആ കത്തെഴുതി വെച്ചത് 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച DCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള ഒരാളല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അതും എല്ലാ സംവിധാനത്തെയും, നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ പറയുന്നത് കേട്ടു, എല്ലാ തരത്തിലും ആ കുടുംബത്തോടൊപ്പം നിന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. 2021 NM വിജയേട്ടൻ കത്ത് നൽകിയിട്ടുണ്ട് KPCC പ്രസിഡന്റിന്. ആ ഘട്ടത്തിൽ അന്ന് ആ സമയത്ത് തന്നെ ഇടപെട്ട് അതിലൊരു പരിഹാരം കണ്ടിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ 2 ജീവനുകൾ പൊലിയുമായിരുന്നോ? വിവിധങ്ങളായ ചോദ്യമാണല്ലോ ഞാനും ചോദിച്ചത്. അത് തന്നെയാണ് ഞാനും ചോദിച്ചത് റഫീഖ്. പക്ഷെ ഇദ്ദേഹത്തിന് ഈ കേരളം വിട്ടു പോകാനൊക്കെ പറ്റിയെന്നുള്ളിടത്ത് ഇപ്പൊ നിങ്ങൾ അടിയന്തരമായി താങ്കൾ തന്നെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു, ഇവരിലേക്ക് എത്രയും പെട്ടെന്ന് പോലീസ് എത്തണം എന്നുള്ളത്, അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ളത്. കേരളത്തിൽ ഇല്ലല്ലോ. ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ അതാണ് പറയുന്നത്. അല്ലല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ അതിനങ്ങനെ കാണല്ലേ. അതായത് ഇവിടെ കത്ത് പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ ആധികാരികത പരിശോധിച്ചു, ഇവരിൽ നിന്നും മൊഴിയെടുത്തതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതി ചേർത്തു. ഇന്നലെയാണ് പ്രതി ചേർത്തത്. ഇന്നലെ പ്രതി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ മാറിയിട്ടുണ്ട് എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിങ്ങൾ ചാനലുകാർ തന്നെ പലതവണകളായി IC ബാലകൃഷ്ണൻ ബന്ധപ്പെടാൻ നോക്കിയപ്പോൾ കഴിഞ്ഞോ? ഇന്നലെ അല്ലല്ലോ, ഇന്നലേക്ക് ശേഷം അല്ലല്ലോ, അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കാണാത്ത സ്ഥിതിയായിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം, ഇത് അവർ പ്രതി ചേർക്കപ്പെടുന്ന അവർക്ക് അറിയുന്നത് കൊണ്ട് മുൻകൂട്ടി അവർ പോയതായിരിക്കും. കാരണം അവർ തെറ്റ് ചെയ്തു എന്നുള്ളത് അവർക്കറിയാം. ഞാൻ അതിലേക്ക് വരുന്നു എന്ന് പരാതിപ്പെടരുത്. പക്ഷേ ഇന്നലെ തന്നെ ഉണ്ടായ സംഭവം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബോബി ചെമ്മണ്ണൂരിന് ആ സാവകാശം കൊടുത്തില്ല. അല്ലല്ല, ഞാനൊന്ന് പറയട്ടെ. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഈ നിയമനത്തെ കുറിച്ചൊക്കെ. എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ബാലകൃഷ്ണന്റെ മകൾ അനിലയാണ് ഇവിടെ ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് IC ബാലകൃഷ്ണൻ ഒരു കത്ത് നൽകിയിട്ടുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്, അനില ഇപ്പോൾ അർബൻ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടോ? ഈ ലക്ഷങ്ങൾ വാങ്ങി IC ബാലകൃഷ്ണൻ കൊടുത്ത ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ജോലി കൊടുത്തിരിക്കുന്നു. അവിടെ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ്. അവരിപ്പോ അവിടെ ജോലി ചെയ്യുന്ന അതിനിപ്പോ നേരത്തെ സംഷാദ് പറഞ്ഞത് സണ്ണി എന്നുള്ള ആൾ, അത് മുൻപ് അവർക്കൊപ്പം ഉണ്ടായിരുന്നതും അവർ നടപടിയെടുത്തതുമായ, പിന്നീട് നിങ്ങൾക്കൊപ്പം നിങ്ങൾ ഭരണസമിതിയിൽ നിയമിച്ച സണ്ണി ആൾ ആണോ എന്നാണ് പറയുന്നത്. എനിക്കതേക്കുറിച്ച് അറിയില്ല. അല്ല, തെറ്റായ കാര്യം ഇങ്ങനെ. എൻ്റെ ചോദ്യമാണ്, വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഇതിലൊരു വിഷയം, ഇത് അന്ന് കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അന്നത്തെ പ്രസിഡന്റിനാണ് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ സണ്ണിക്കല്ല ഈ കത്ത് കൊടുത്തത്. അനധികൃത നിയമനത്തിന് വേണ്ടി കത്ത് കൊടുത്തത് അന്നത്തെ അർബൻ ബാങ്കിന്റെ പ്രസിഡന്റിനാണ്. കത്ത് കൊടുത്തു. ഇപ്പോൾ അതിനുശേഷം നിയമനവും നൽകി. അവരിപ്പോൾ ജോലി ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്നാണ് ഇതിൽ അഡ്രസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ആരോ എന്നുള്ള പേര് ഇതിലില്ല. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ പറഞ്ഞല്ലോ ആരായിരുന്നു ആ സമയത്ത് പ്രസിഡന്റ് എന്നുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ കാണും, ഡോക്ടർ സണ്ണി വളരെ കൃത്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസ്സുകാർ പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, 17 പേരിലെ ലിസ്റ്റ് IC ബാലകൃഷ്ണൻ MLA നൽകി. അതിൽ നിന്ന് നിയമനം നൽകാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അതിന് തയ്യാറായില്ല, അതിൻ്റെ പേരിലാണ് എനിക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, NM വിജയേട്ടൻ എനിക്ക് പണം തരാനുള്ളത് ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്, എന്തൊക്കെയാണ് താൻ അനുഭവിച്ച പ്രയാസം എന്ന് പറഞ്ഞ കത്തുണ്ടല്ലോ. ആ കത്തിൽ എവിടെയെങ്കിലും DCCയുടെ ട്രഷററായി മരിക്കുന്നത് വരെ കോൺഗ്രസ്സായി ജീവിച്ച മനുഷ്യൻ എവിടെയെങ്കിലും ഡോക്ടർ സണ്ണിയുടെ കുറിച്ച് അതിൽ പറയുന്നുണ്ടോ? ആ കത്തിൽ പറയുന്നുണ്ടോ? അദ്ദേഹം പൈസ വാങ്ങിയതിനെ കുറിച്ച് പറയുന്നുണ്ടോ? അദ്ദേഹം പൈസ വാങ്ങിയതിനെ കുറിച്ച് പറയുന്നത് ഇപ്പോഴത്തെ DCC അധ്യക്ഷൻ ND അപ്പച്ചനെ കുറിച്ചാണ്. ഇപ്പോഴത്തെ MLA കൂടിയായ മുൻ DCC അധ്യക്ഷൻ IC ബാലകൃഷ്ണനെ കുറിച്ചാണ്. അങ്ങനെ KL പൗലോസിനെ കുറിച്ചാണ്. കോൺഗ്രസിന്റെ നേതാവായിരുന്ന KK ഗോപിനാഥിനെ കുറിച്ചാണ്. ഇവരെ കുറിച്ചാണല്ലോ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത്തരത്തിൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ പണം വാങ്ങുകയും, അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സംഷാദ്. ഞാൻ സംഷാദിലേക്ക് എത്താം. അതിൽ എന്താണ് താങ്കളുടെ പ്രതികരണം എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ സംഷാദിലേക്ക് എത്താം. ഒറ്റ കാര്യം കൂടെ
ഒരു നിമിഷം. നേരത്തെ BJP-യുടെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു, ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും പോലീസിനെ കുറിച്ചൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഈ കത്തിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 10 ലക്ഷം രൂപ നൽകി BJP-യുടെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഡയറക്ടർ ബോർഡ് മെമ്പറെ രാജിവെപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഭരണം പിടിച്ചത് എന്ന് ആ കത്തിൽ പറയുന്നുണ്ട്. ഈ കോൺഗ്രസും BJP തമ്മിലുള്ള ഡീല് വരെ NM വിജയേട്ടൻ ആ കാര്യത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അവരാണ് ഈ കാര്യത്തെക്കുറിച്ച് വലിയ പ്രതികരണം നടത്തുന്നത്. അതുകൊണ്ട് BJP-യുടെ ഈ കാര്യത്തിലെ ആത്മാർത്ഥതയൊക്കെ എല്ലാവർക്കും ബോധ്യമുണ്ട്. കാരണം കോൺഗ്രസുമായി ഡീല് നടത്തി എന്ന് ഈ കത്തിൽ കൃത്യമായുണ്ട്. അതിനെക്കുറിച്ച് എന്താ BJP-യുടെ പ്രതിനിധിക്ക് പറയാനുള്ളത്? അതുകൊണ്ട് ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നടത്തിയ തട്ടിപ്പാണിത്. കോൺഗ്രസിന് നേതൃത്വം നടത്തിയ വലിയ തട്ടിപ്പ്, അതിന്റെ ഭാഗമായി 2 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. അതിന്റെ എല്ലാ തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന IC ബാലകൃഷ്ണനെ MLA ആയി തുടരുന്നു. അതിനെന്താ KPCC നേതൃത്വത്തിന്റെ നിലപാട്? കുടുംബത്തെ ആക്ഷേപിക്കാൻ വലിയ രൂപത്തിൽ ചോദിച്ചത് എന്തിനാണ് IC ബാലകൃഷ്ണനെതിരെ അന്വേഷണം എന്നാണ് ചോദിച്ചത്. അതെ, അതാ പറഞ്ഞത്. ഇത്രയും തെളിവുകൾ വന്നിട്ടും KPCC-യുടെ അധ്യക്ഷൻ ഒരു ഭാഗത്ത് ഇവര് കുടുംബത്തെ ഇത്തരം കേസുകളിൽ നിന്ന് തണുപ്പിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പമാണെന്ന് പറയുകയും, എന്നാൽ യഥാർത്ഥത്തിൽ മറുഭാഗത്ത് എന്തിനാണ് അന്വേഷണം എന്ന് ചോദിച്ച് കുറ്റക്കാരായിട്ടുള്ള IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഇത് നേരത്തെ തുടങ്ങിയതാണ്. 2021 KPCC കൊടുത്ത കത്തിൽ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ മരിക്കില്ലായിരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് KPCC നേതൃത്വം IC ബാലകൃഷ്ണനെയും അതുപോലെ തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ്സുകാരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അതിന്റെ ഇരയായിട്ടാണ്. അതാണ് ഞങ്ങൾ നേരത്തെ മുതലേ പറയുന്നത്. ഇത് സാധാ മരണമല്ല, പകരം കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിച്ച് IC ബാലകൃഷ്ണനെ തൽസ്ഥാനത്ത് രാജിവെപ്പിക്കാൻ തയ്യാറാകണം. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന DCC അധ്യക്ഷൻ ഉൾപ്പെടെ മാറ്റാൻ തയ്യാറാകണം. നിയമത്തിന് മുമ്പിലേക്ക് വരാൻ തയ്യാറാകണം. ഒളിച്ചോടുന്നതിന് പകരം നിയമത്തിന്റെ മുമ്പിലേക്ക് വന്ന് ഇവർക്ക് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടാൻ ഭയം? എന്താണ്?